നാഷി അക്കാദമിയിൽ ഏപ്രിൽ 5-ന് ആരംഭിച്ച വെക്കേഷൻ ക്യാമ്പിന് സമാപനമായി. 40 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമാപനം അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഉളിയത്തടുക്ക അൽ ഹുസ്ന ഷി അക്കാദമിയിൽ കഴിഞ്ഞ മാസം 5-ന് ആരംഭിച്ച അൽ ഹുസ്ന തസ്കിയ 40-ാം ദിന വെക്കേഷൻ ക്യാമ്പ് ആത്മീയ സംഗമത്തോടെ സമാപിച്ചു. സമാപന സംഗമത്തിൽ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ മുട്ടത്തോടി പ്രാർത്ഥന നടത്തി. സയ്യിദ് അലവി തങ്ങൾ അധ്യക്ഷം വഹിച്ചു. സയ്യിദ് UPS തങ്ങൾ ഉദ്ഘാടനവും ചെയ്തു. ഏറ്റവും വലിയൊരു ഹൈറാണത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ ദൂരെ നിന്ന് ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരണം. കാരണം നമ്മുടെ നാട്ടിൽ ആരുമില്ല മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവർ. ആ ഒരു ക്ലാസ് ഈ സ്ഥാപനത്തിൽ നടന്നേ എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് വളരെ സന്തോഷമായി. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന പരീക്ഷയിൽ വിജയിച്ച 48 വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും 1ഉം 2ഉം സ്ഥാനം നേടിയ ആയിഷത്ത് മഹസൂമ, ഫാത്തിമത്ത് ഷമീല എന്നിവർക്കുള്ള അവാർഡ് ദാനവും സയ്യിദ് അഹമ്മദ് മുക്താർ തങ്ങൾ നിർവഹിച്ചു. അപ്പോൾ എൻ്റെ സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചൊവ്വായ വഴി അത് കണ്ടുപിടിക്കണം. അത് ഏതാണ്? അത് അവർ നടന്ന വഴി എങ്ങനെയായിരുന്നു? നബിമാര് നടന്ന വഴി എങ്ങനെയായിരുന്നു? അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ കുടുംബക്കാർ എങ്ങനെ നടന്നിരുന്ന വഴിയായിരുന്നു? അതുപോലെ തന്നെ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിച്ച ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സുഹദാക്കൾ, സ്വാദിഖീങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരൊക്കെ നടന്ന വഴി, അവരുടെ കുടുംബവും നടന്ന വഴി അത് എങ്ങനെയായിരുന്നു? അവരുടെ കുടുംബിനികൾ നടന്ന വഴി എങ്ങനെയായിരുന്നു? അത് നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് വളരെ വിരളമാണ്. എവിടെ നോക്കിയാലും അതില്ല. അത് അൽഹംദുലില്ലാഹ് ഈ 40 ദിവസത്തെ ക്യാമ്പുകൾ അത് സംഘടിപ്പിച്ചത് തന്നെ മനുഷ്യന്റെ തസ്കിയ, ആത്മസംസ്കാരം. അൽ ഹുസ്ന ഷി അക്കാദമിയുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഫോം വിതരണ ഉദ്ഘാടനവും തങ്ങൾ നിർവഹിച്ചു. ഹംസ സഅദി ചേരങ്കൈ, മൻസൂർ മൗലവി, മഹ്മൂദ് ഹനീഫി, MS മുഹമ്മദ്, കരിമ്പളം ഇബ്രാഹിം, AK മല്ലം, മുഹമ്മദ് റഫീഖ് ബദർ നഗർ, ഹനീഫ് പടുവടക്കം, ഇബ്രാഹിം മാപ്പിളടക്കം സംബന്ധിച്ചു. പൈക്ക AK MMA UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഗമസന്ധ്യ സംഘടിപ്പിച്ചു. വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ നടന്ന ചടങ്ങ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ